സംസ്ഥാനത്ത് ആദ്യമായി നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന കലോത്സവം ആവേശത്തോടെ പുരോഗമിക്കുന്നു. 10 വേദികളിലായി സംഘടിപ്പിക്കുന്ന കലോത്സവത്തിന് നിസരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി അരങ്ങേറുന്ന NSS കലോത്സവത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന NSS കലോത്സവം പ്രൗഢഗംഭീരമായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാന വേദിയായ തൃശൂർ ടൗൺ ഹാളിൽ പ്രച്ഛന്നവേഷ മത്സരം നടന്നു. വ്യത്യസ്ത പ്രമേയങ്ങളിലുള്ള അവതരണങ്ങളാണ് അരങ്ങേറിയത്. കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, IHRD, ടെക്നിക്കൽ സെൽ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ നിന്നുള്ള NSS അംഗങ്ങളായിട്ടുള്ള കലാപ്രതിഭകളാണ് മത്സരത്തിലുള്ളത്. എല്ലാവിധ കലാമത്സരങ്ങളും കുട്ടികളുടെ അഭിരുചികൾ അത് മാറ്റുരയ്ക്കുന്ന ഒരു വേദിയായിട്ട് ഇത് മാറിയിരിക്കുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ സെല്ലുകളും വളരെ വാശിയോടുകൂടി തന്നെയും എന്നാൽ NSSന്റെ സൗഹാർദ്ദത്തോടു കൂടി തന്നെയുമാണ് ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നതും. വരും വർഷങ്ങളിൽ ഈ NSS കലാമേള മറ്റു സംസ്ഥാന കലാമേളയെ പോലെ തന്നെ ഏറെ ശ്രദ്ധ വരുന്ന ഒരു കലാമേളയായിട്ട് മാറും എന്ന് ഞങ്ങൾക്ക് ഈ വർഷത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ ഒരുക്കിയിട്ടുള്ള പ്രദർശനമേളയും ഇതോടൊപ്പം ശ്രദ്ധേയമാവുകയാണ്. പരമ്പരാഗത നെയ്ത്തുകാർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ പ്രദർശനമേളയിൽ ഉണ്ട്. വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും മേളയിലെ ആകർഷണീയ ഘടകങ്ങളായി മാറുകയാണ്. കൈരളി ന്യൂസ്, തൃശൂർ.